അങ്ങനെ നമ്മുടെ പൊതിച്ചോറിലേക്ക് പോകാം. പൊതിച്ചോറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. എന്താണെന്നറിയാമോ? പച്ചക്കറിയൊക്കെ രാവിലെ എടുക്കുന്നവർ ഒരു 3 മണിക്കൂർ മുമ്പ് എടുത്തിട്ട് വെള്ളത്തിലിടുക. നന്നായി ഒരു 3 പ്രാവശ്യമെങ്കിലും കഴുകിയിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് വെള്ളത്തിലിടുക. അതിനുശേഷം മാത്രം ഉപയോഗിക്കുക. നല്ല ഒന്നാന്തരമായിട്ട് വിഷമടിച്ചിട്ടാണ് വരുന്നത്. കാരണം ഞാൻ ഈ ഇടയിൽ ഒരു തമിഴ്നാട് ഒരു തോട്ടത്തിൽ പോയപ്പോഴാണ് കണ്ടത്. അവർക്കുള്ള പച്ചക്കറികൾ വേറെ വെക്കുന്നു, അല്ലാണ്ട് വിഷമടിച്ച് ഇങ്ങനെ ദിവസവും കയറ്റിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവരും വളരെയേറെ ശ്രദ്ധിച്ച് പച്ചക്കറികൾ ഉപയോഗിക്കുക. അപ്പം നമ്മുടെ പൊതിച്ചോറിലേക്ക് പോകാം. നമുക്ക് നല്ല കുത്തരിച്ചോറിട്ട് കൊടുക്കാം. അങ്ങനെ കുത്തിരിച്ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റും നെല്ലിക്കയും കൂടെ ഉപ്പിലിട്ടത്, കട്ട്ലമീൻ വറുത്തതാണ് കേട്ടോ ഇന്ന് സ്പെഷ്യലായിട്ടുള്ളത്. അങ്ങനെ കട്ട്ലമീൻ വറുത്തത് വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ മലയാളിയുടെ സ്പെഷ്യൽ നാടൻ കോഴിമുട്ട വറുത്തത്, പിന്നെ ചെറിയുള്ളിയും ഉണക്കമുളകും പുളിയും കൂടി ഇടിച്ച് ചമ്മന്തി. അതിൻ്റെ വെളിച്ചെണ്ണ ഇത്തിരി കൂടി ഒഴിച്ചു കൊടുക്കാം. കണ്ടോ വെളിച്ചെണ്ണ, നല്ല ടേസ്റ്റ് അല്ലേ ചോറിന്. മാങ്ങ അച്ചാറ്, പിന്നെ നമ്മളെല്ലാ മലയാളിക്കും ഇഷ്ടമുള്ള ക്യാബേജ് തോരൻ. പിന്നെ ഒഴിച്ചു കൂട്ടാൻ എന്താണെന്നറിയുമോ? സാമ്പാറാണ് കേട്ടോ. നല്ല വറുത്തരച്ച സാമ്പാർ. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് എന്തൊക്കെയുണ്ടെന്ന് ഒന്നും കൂടെ നോക്കിയാലോ? നാടൻ കോഴിമുട്ട വറുത്തത്, ക്യാരറ്റ് നെല്ലിക്ക ഉപ്പിലിട്ടത്, കട്ട്ലമീൻ വറുത്തത്, മുളക് ചമ്മന്തി, സാമ്പാർ, ക്യാബേജ് തോരൻ, മാങ്ങാച്ചാറ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സങ്കടം വരുമ്പോൾ കണ്ണ് നിറയാറുണ്ടോ? അവരുടെ സങ്കടമൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സ് വേദനിക്കുകയും കണ്ണ് നിറഞ്ഞും വരാറുണ്ടോ? അപ്പോൾ ഒരു നല്ല മനസ്സിന്റെ ഉടമയാട്ടോ. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നാ പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് മറ്റുള്ളവരുടെ സങ്കടം കണ്ട് കണ്ണ് നിറയുന്ന സഹതാപമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്നാ? ഒന്ന് കമന്റ് ഇടണം കേട്ടോ. ആ കൈ പൊക്കി കാണിച്ചിരിക്കുന്നുണ്ടോ ഏറ്റവും മേളിലായിട്ട്? അവിടെ ഒന്ന് ലൈക്ക് ചെയ്താൽ മതി, എന്താണ് വിവരം എന്ന് അറിയാൻ. അല്ലെ കമന്റ് ഇട്ടാലും മതി കേട്ടോ. അപ്പൊ വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.